students. So continuation of objectives of auditing. Yesterday we discussed the secondary objective, primary and secondary objectives. അതിൽ secondary objectives first വരുന്നതാണ് detection and prevention of errors and omissions. And what are errors, what are the different types of errors, etc. we discussed. Today we can discuss another secondary objective of auditing is detection and prevention of frauds. അപ്പോൾ ഫ്രോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, എറേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, അത് അൺഇൻറ്റൻഷനലി അറിയാണ്ട് പറ്റിപ്പോണതാണ്. ഫ്രോഡ് മീൻസ് false representation or making a wrong entry intentionally to defraud somebody. Okay, the result is that some loss or liabilities goes to the proprietor of the business. Okay, അപ്പോൾ ഫ്രോഡ് എന്ന് പറഞ്ഞാൽ the intentional misrepresentation of financial information by one or more individuals among management, employees or third parties. അപ്പോൾ അതെന്തൊക്കെയാവാം? ഇറ്റ് മേ ഇൻവോൾവ് മാനിപ്പുലേഷൻ ഓഫ് റെക്കോർഡ്സ് ഓർ ഡോക്യുമെൻറ്റ്സ്, മിസ്അപ്രോപ്രിയേഷൻ ഓഫ് എസെറ്റ്, suppression or omission of the affected transaction from records or documents, then recording transactions without substance or misapplication of accounting policies. ഇങ്ങനെ എന്തെങ്കിലും തരത്തിൽ എന്താ പറയുക, ഒരു ഇൻറ്റൻഷനലി അല്ല ഒരു എന്താ പറയുക തെറ്റ് വരുത്തുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫ്രോഡ് എന്ന് പറയാം. അപ്പോൾ അക്കൗണ്ടിങ് ഫ്രോഡ്സ് ആർ കമ്മിറ്റഡ് ഇൻറ്റൻഷനലി ടു കോസ് ലോസസ് ടു ദി ബിസിനസ്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഡിറ്റക്ട് സച്ച് ഫ്രോഡ്സ്. അപ്പോൾ ദെയർ ഫോർ ഓഡിറ്റേഴ്സ് ഷുഡ് ബി വെരി കെയർഫുൾ വൈൽ വെരിഫൈങ് ദി അക്കൗണ്ട്സ് ആൻഡ് documents. You should have a knowledge of the possible ways in which frauds may be committed. അപ്പോൾ ഏതൊക്കെ രീതിയിലൊരു ബിസിനസ്സിൽ ഇങ്ങനെ ഫ്രോഡ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നുള്ളത് മുൻകൂട്ടി തീരുമാനിച്ചുകൊണ്ട് വേണം, മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഓഡിറ്റർ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഫ്രോഡ്സ് ജനറലി ഇൻക്ലൂഡ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ്, മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സ്, മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ്. ഇങ്ങനെ 3 തരത്തിലാണ് ഫ്രോഡ്സ് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം എന്താണ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ്. അത് ഡിഫൽക്കേഷൻ ഓഫ് അല്ലെങ്കിൽ എംബസൽമെൻറ്റ് ഓഫ് ക്യാഷ് എന്നൊക്കെ ഇതിനെ പറയും. അപ്പോൾ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ് ഈസ് വെരി ഈസി അഫെയർ, എസ്പെഷ്യലി ഇൻ ബിഗ് കൺസേൺസ് വെയർ ദ പ്രൊപ്രൈറ്റർ ഹാസ് നോ ഡയറക്റ്റ് ടച്ച് വിത്ത് ആൻഡ് കൺട്രോൾ ഓവർ ദ പേഴ്സൺസ് ഹാൻഡ്ലിംഗ് ക്യാഷ്. അപ്പോൾ വളരെ ഈസിയായി നടക്കാം മിസ്അപ്രോപ്രിയേഷൻ. അപ്പം എ ട്രാൻസാക്ഷൻ റിലേറ്റിംഗ് ടു റെസിപ്റ്റ് ഓഫ് ക്യാഷ് ഈദർ ഗോസ് ടോട്ടലി അൺറെക്കോർഡഡ് or recorded at figure less than the actual one in the cash book. അപ്പോൾ ശരിക്കും ഒരു എമൗണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കിട്ടിയതായിട്ട് കാണിക്കാതിരിക്കുക ഒന്നുകിൽ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇപ്പോൾ ഒരു 1 lakh കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ കുറവായിട്ട് കാണിക്കുക. ഇങ്ങനെയൊക്കെയാണ് മിസ്അപ്രോപ്രിയേഷൻ നടക്കാൻ ചാൻസ് ഉള്ളത് ക്യാഷിൽ. ഓക്കെ, അപ്പോൾ ദെയർബൈ ദ കാഷ്യർ ടേക്സ് ദ ഫുൾ എമൗണ്ട് ഓർ പാർട്ട് ഓഫ് ദ ക്യാഷ് ഈസിലി. അതേപോലെ എന്താ പറയുക, മേക്കിംഗ് ഫിറ്റീഷ്യസ് പേയ്മെൻറ്റ്, അതായത് ടോട്ടൽ എമൗണ്ട് ഓഫ് ദാറ്റ് ട്രാൻസാക്ഷൻ ഇസ് പോക്കറ്റഡ് ബൈ ദി കണ്ണിങ് കാഷ്യർ. അപ്പോൾ അയാൾ വളരെ വിദഗ്ധനാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. അപ്പം മിസ്അപ്രോപ്രിയേഷൻ ടേക്ക് പ്ലേസ് ഇൻ ദ ഫോം ഓഫ് ഏതൊക്കെ രീതിയിലാണെന്നറിയോ, ഒന്ന് ഒമിറ്റിംഗ് ടു എൻറ്റർ എ റെസിപ്റ്റ്, അതായത് സപ്രഷൻ ഓഫ് ക്യാഷ് റെസിപ്റ്റ് എന്ന് പറയും. അങ്ങനെ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഒരു ക്യാഷ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എഴുതാതിരിക്കുക, കാണിക്കാതിരിക്കുക, ഒമിറ്റിംഗ് ടു എൻറ്റർ എ റെസിപ്റ്റ്. രണ്ടാമത് വരുന്നത് എക്നോളജിങ് ലെസ്സർ എമൗണ്ട് ദാൻ ആക്ച്വൽ റെസിപ്റ്റ്, ശരിക്കും കിട്ടിയതിനേക്കാൾ കുറവായിട്ട് കാണിക്കുക. അല്ലെങ്കിൽ എൻട്രിങ് ഫിക്റ്റീഷ്യസ് പേയ്മെൻറ്റ്. ഫിക്റ്റീഷ്യസ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഭാവനയിൽ ഒരു എമൗണ്ട് കൊടുത്തതായിട്ട് കാണിക്കുക, ശരിക്കും പേയ്മെൻ്റ് ഒന്നും നടത്തിയിട്ടുണ്ടാവില്ല, പക്ഷെ എന്താക്കുക, ഒരു ഫിക്റ്റീഷ്യസ് പേയ്മെൻറ്റ് കാണിക്കുക. ഈ 3 രീതിയിലാണ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ് വരുന്നത്. ഓക്കെ, so it is the dishonest practice of taking away cash from business for one's own personal benefit. ഓക്കെ, അപ്പോൾ ക്യാഷ് മേ ബി മിസ്അപ്രോപ്രിയേറ്റഡ് ഇൻ ദീസ് 3 ways, ഇതിലേതെങ്കിലും ഒരു രീതിയിൽ. ഇൻ സ്മോൾ ബിസിനസ് ഹൗസസ് ദ പോസിബിലിറ്റി ഓഫ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ് ഇസ് വെരി ലിറ്റിൽ. കാരണം ചെറിയ ബിസിനസ്സൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും, കിട്ടാനുള്ളത് കാണിച്ചിട്ടില്ലെങ്കിലും കൊടുക്കാനുള്ളത് ഇല്ലാത്തത് കൊടുക്കുന്നതായിട്ട് കാണിച്ചാലൊക്കെ. പക്ഷേ ബിഗ് ബിസിനസ് ഹൗസസിലാണിത് നടക്കുക. ഓക്കെ, അപ്പം ഇറ്റ് ഈസ് യൂഷ്വലി ഡൺ ബൈ ഇൻഫ്ലേറ്റിംഗ് പേയ്മെൻറ്റ്സ് and also by suppressing receipt. For example, not accounting cash sales fully,
അതുമാതിരി നോട്ട് അക്കൗണ്ടിങ് മിസ്ലേനിയസ് റെസീപ്റ്റ്സ് ലൈക്ക് സെയിൽ ഓഫ് സ്ക്രാപ്പ് എക്സെട്ര. ആൻഡ് ഓൾസോ ബൈ ടീമിങ് ആൻഡ് ലേഡിങ്. സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം, TEEMING. ലേഡിങ് LADING. അത് ചിലപ്പോൾ വൺ വേർഡ് ആയിട്ട് ചോദിക്കും, വാട്ട് യു മീൻ ബൈ ടീമിങ് ആൻഡ് ലേഡിങ്. ടീമിങ് ആൻഡ് ലേഡിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ക്യാഷ് റിസീവ്ഡ് ഫ്രം വൺ കസ്റ്റമർ ഇസ് മിസ്അപ്രോപ്രിയേറ്റഡ് ആൻഡ് ക്യാഷ് റിസീവ്ഡ് ഫ്രം അനദർ കസ്റ്റമർ ഇസ് പോസ്റ്റഡ് ടു ദ ഫസ്റ്റ് കസ്റ്റമേഴ്സ് അക്കൗണ്ട് ആൻഡ് സോ ഓൺ. അതായത് ഞാനൊരു ക്യാഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യാതിരിക്കും, എന്നിട്ട് വേറൊരാൾ ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ അത് എൻ്റെ പേരിൽ റെക്കോർഡ് ചെയ്യും. അങ്ങനെ ഒരു റെസിപ്റ്റ് എപ്പോഴും എന്താക്കുക, മുക്കുക, ഐ മീൻ ലേറ്റായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവത്തിനാണ് ടീമിങ് ആൻഡ് ലേഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ത്രൂ ചെക്കിംഗ് ഓഫ് ക്യാഷ് ബുക്ക് വിത്ത് റെഫ് ക്യാഷ് ബുക്ക്, സെയിൽസ്മാൻസ് റിപ്പോർട്ട്, കൗണ്ടർ ഫോയിൽസ് ഓഫ് റെസിപ്റ്റ് ബുക്ക്, അതേമാതിരി ഏജൻറ്റ്സ് റിട്ടേൺ ആൻഡ് അതർ ഒറിജിനൽ റെക്കോർഡ്സ് and etc. are verified with an eye of suspicious if fraud is suspected. അപ്പോൾ ഒരു ഫ്രോഡ് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, വേറൊരു തരത്തിലുള്ള ഫ്രോഡ് എന്ന് പറയുന്നത് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് എന്താ പറയുക, ഗുഡ്സാണ്. മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ദർ ഇസ് എ സ്കോപ്പ് ഫോർ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സ്, സ്റ്റോക്ക്, office stationery or smaller items of assets by the employees. അപ്പം മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സിൽ എന്താ വരുന്നത്, ക്യാഷ് മിസ്അപ്രോപ്രിയേറ്റ് ചെയ്തതുപോലെ തന്നെ എന്തും ചെയ്യുക, ഗുഡ്സും മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യാം. അതായത് ഗുഡ്സ് വാങ്ങിയത് കാണിക്കാതിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഗുഡ്സ് അപ്രോപ്രിയേറ്റ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാവാം. ഓക്കെ, അപ്പം എംപ്ലോയീസ് മേ സ്റ്റീൽ ഗുഡ്സ് ആൻഡ് സ്റ്റോഴ്സ്. അപ്പം മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സ് ഇസ് മെയ്ഡ് വെൻ ഗുഡ്സ് ആർ വാല്യുബിൾ ആൻഡ് ലെസ് ഇൻ ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പോൾ ഗുഡ്സ് ആർ ജനറലി മിസ്അപ്രോപ്രിയേറ്റഡ് ബൈ ആക്ച്വൽ തെഫ്റ്റ് ഓഫ് വാല്യുബിൾ ഗുഡ്സ് ആൻഡ് ഇഷ്യൂയിങ് ഓഫ് ഫിക്റ്റീഷ്യസ് ക്രെഡിറ്റ് നോട്ട്സ് ടു കസ്റ്റമേഴ്സ്. അപ്പം മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സ് കനോട്ട് ബി ഈസിലി ബി ഡിറ്റക്റ്റഡ്. പ്രോപ്പർ റെക്കോർഡ്സ് ഓഫ് ഗുഡ്സ് ഇൻവേർഡ് രജിസ്റ്റർ ആൻഡ് ഔട്ട്വേർഡ് രജിസ്റ്റർ മസ്റ്റ് ബി maintain. An effective system of internal check also helps to prevent this type of fraud. അപ്പോൾ ആളുകൾ കട്ടുകൊണ്ടാകാതിരിക്കാനൊക്കെ ഒരു ഗുഡ് ഇഫക്റ്റീവ് ഇൻറ്റേർണൽ സിസ്റ്റം പ്രിവെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസി ടു ഡിറ്റക്റ്റ് സച്ച് ടൈപ്പ് ഓഫ് ഫ്രോഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഈ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണെന്ന് പറയാം. അപ്പോൾ ഓഡിറ്റിൻ്റെ എയിം എന്താണെന്ന് വെച്ചാൽ ഓഡിറ്റ് എയിംസ് അറ്റ് unearthing and preventing such misappropriation of goods in business. ഓക്കെ, പിന്നെ ഒന്ന് വരാൻ ചാൻസ് ഉള്ളത് മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ് ആണ്. അതായത് മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഇറ്റ് മേ ബി ഡൺ അറ്റ് ദ ഇൻസ്റ്റൻസ് ഓഫ് ദ മാനേജ്മെൻറ്റ് ഓർ ഡയറക്ടേഴ്സ് ടു ഷോ എ ബെറ്റർ പൊസിഷൻ ഓഫ് ദ ബിസിനസ്. അതായത് ഇൻഫ്ലേറ്റിംഗ് ദ പ്രോഫിറ്റ്സ് ബൈ ഓവർ വാല്യൂഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓവർ വാല്യൂ കാണിച്ചും കൊണ്ട് എന്ത് ചെയ്യുക, പ്രോഫിറ്റ് ഇൻഫ്ലേറ്റ് ചെയ്ത് കാണിക്കുക. അതേമാതിരി അണ്ടർ പ്രൊവിഷൻ ഓഫ് ഡിപ്രീസിയേഷൻ, അതേപോലെ ട്രീറ്റിംഗ് റവന്യൂ എക്സ്പെൻസ് ആസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എക്സെട്ര. അപ്പോൾ സംടൈംസ് പ്രോഫിറ്റ് മേ ബി അണ്ടർസ്റ്റേറ്റഡ് ബൈ പ്രൊവൈഡിങ് മോർ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ. അപ്പോൾ ഒന്നുകിൽ പ്രോഫിറ്റ് കൂട്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മെൽ പ്രാക്ടീസസ് നടത്തുക, അല്ലെങ്കിൽ പ്രോഫിറ്റ് ചില സമയങ്ങളിൽ കുറച്ച് കാണിക്കേണ്ടി വരും, ടാക്സ് ഒക്കെ വെട്ടിപ്പ് നടത്താനൊക്കെ വേണ്ടിയിട്ട്. ആ സമയത്ത് എന്ത് ചെയ്യുക, ചില ഐറ്റംസൊക്കെ പ്രോഫിറ്റ് അണ്ടർസ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അണ്ടർ വാല്യൂഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്, അതേപോലെ മോർ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഇസ് ചാർജിങ് ഹയർ മാനേജറിയൽ റെമ്യൂണറേഷൻ എക്സെട്ര. അപ്പം ഇറ്റ് ഈസ് എ സബ്സിഡിയറി ഒബ്ജക്റ്റീവ് ഓഫ് ഓഡിറ്റ് ടു ലൊക്കേറ്റ് ആൻഡ് പ്രിവെൻറ്റ് മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ്. ക്ലിയർ ആണോ? അപ്പോൾ ദ ഡിറ്റക്ഷൻ ഓഫ് സച്ച് ഫ്രോഡ് ഇസ് വെരി ഡിഫിക്കൽട്ട് ആസ് ദേ ആർ കമ്മിറ്റഡ് ബൈ പീപ്പിൾ അറ്റ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. ഇത് ആരാ ചെയ്യുന്നത്, ഒന്നുകിൽ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ മാനേജേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ an auditor cannot be held liable if he fails to detect such a fraud even after putting in reasonable care and professional skill. ഓക്കെ, അപ്പം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിൽ ഓഡിറ്റർക്ക് ലയബിലിറ്റി വരുന്നില്ല, കാരണം ഇത് ആരെന്നെ ചെയ്തു വെച്ചിട്ടുള്ളതാണ്, മാനേജ്മെൻറ്റ്. ഓക്കെ, അപ്പം മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ് എന്താണെന്നുള്ളത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ലാസ്റ്റ് വൺ, സം സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് ആർ ഓൾസോ ദെയർ.
അപ്പോൾ 3 രീതിയിലാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റ് ചോദിച്ചാൽ എഴുതേണ്ടത്. പ്രൈമറി ഒബ്ജക്റ്റീവ്സ് എഴുതുക, സെക്കൻഡറി ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളത് എഴുതുക, തേർഡ് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ്. അതായത് സംടൈംസ് ഓഡിറ്റ് ഈസ് ഡൺ വിത്ത് സം സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് ലൈക്ക് റിവ്യൂ ഓഫ് ഓപ്പറേഷൻസ്, പെർഫോമൻസ് മാനേജ്മെൻറ്റ് പോളിസി, ചെക്കിംഗ് കോസ്റ്റ് റെക്കോർഡ്സ് എക്സെട്ര. അപ്പോൾ ഡിപ്പെൻഡിങ് അപ്പോൺ ദ നേച്ചർ ഓഫ് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്, എന്താണോ മുഖ്യ ലക്ഷ്യം അത് വെച്ചുകൊണ്ട് ദ നേച്ചർ ഓഫ് ഓഡിറ്റ് വിൽ ഓൾസോ വേരി എന്നാണ് പറയുന്നത്. ഇഫ് ഓഡിറ്റ് ഈസ് ഡൺ വിത്ത് എ സ്പെസിഫിക് ഒബ്ജക്റ്റീവ് ഇറ്റ് ഈസ് കോൾഡ് സ്പെസിഫിക് ഓഡിറ്റ്. ഇപ്പോൾ നമ്മളെ കോസ്റ്റ് അക്കൗണ്ടിങ് ഡാറ്റ ഓഡിറ്റ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ ചാർജ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ കറക്റ്റാണോ അങ്ങനെയുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. കോസ്റ്റ് കൺട്രോൾ നടക്കുന്നുണ്ടോ, അപ്പോൾ അവിടുത്തെ ആ സ്പെസിഫിക് ഒബ്ജക്റ്റീവ് കോസ്റ്റ് കൺട്രോളും കോസ്റ്റ് റിഡക്ഷനും ആണെങ്കിൽ അവിടെ നമ്മൾ കോസ്റ്റ് ഓഡിറ്റ് അപ്ലൈ ചെയ്യും. അങ്ങനെ ചില പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയിട്ടും ഓഡിറ്റ് നടത്താറുണ്ട്. ക്ലിയർ ആണോ? അപ്പോൾ 3 ഒബ്ജക്റ്റീവ്സ് ശരിക്കും പഠിച്ചു വെച്ചോളാം, ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ എസ്സേ ആയിട്ട് ചോദിക്കുന്നതാണ് ഡിഫൈൻ ഓഡിറ്റ് ആൻഡ് വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റ് എന്നുള്ളത്. അപ്പോൾ ഈ 3 ഒബ്ജക്റ്റീവും മനസ്സിലാക്കി വെക്കുക. താങ്ക് യു.